ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായ ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ എന്ന് വെച്ചാൽ വേഗം ഉണ്ടാക്കാം. വീട്ടിൽ പാലും ബ്രെഡും ഉണ്ടെങ്കിൽ ഈ പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോകാം. അപ്പോൾ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാന് അടുപ്പത്ത് വെക്കാം. ഇത് നമുക്ക് സേമിയ വറുത്തെടുക്കണം കേട്ടോ. ഈ പുഡിങ്ങിന് സേമിയ ആവശ്യമുണ്ട്, കുറച്ച് സേമിയ ആവശ്യമുണ്ട്. അതുകൊണ്ട് ആദ്യം നമുക്ക് വറുത്തെടുക്കണം. അതിനു വേണ്ടി നമുക്ക് കുറച്ച് ബട്ടർ ചേർത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് സേമിയ ചേർത്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂണോളം പാൽപ്പൊടിയും 2 സ്പൂണ് പഞ്ചസാരയും ചേർത്തെടുത്ത് നമുക്കിത് നല്ലോണം ഇളക്കി സേമിയ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. നന്നായി ചൂടാക്കി സേമിയനെ കരിച്ച് വെക്കരുത്. ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. സേമിയ വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം എടുത്തിട്ട് നമുക്ക് സേമിയ അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സേമിയ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പുഡിങ്ങിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് സേമിയ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സേമിയ ഇവിടെ പുഡിംഗ് പാത്രത്തിൽ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, അടുത്ത പണിയിലോട്ടേക്ക് പോകാം. അതിനു വേണ്ടി ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. നമുക്ക് ആ പാലിനെ ഒന്ന് ചൂടാക്കാൻ വെക്കാം. ആ പാൽ അവിടെ നിന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് വേറൊരു പണിയും കൂടിയാണ് കേട്ടോ. 4 സ്പൂണോളം കസ്റ്റർഡ് പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് പാൽ ചൂടാകുന്നതിൻ്റെ ഇടയിൽ തന്നെ അതിലേക്ക് നമുക്ക് മധുരം വേണ്ടേ, അതിന് വേണ്ടി കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ മധുരത്തിനനുസരിച്ചാണ് കേട്ടോ ചേർക്കേണ്ടത്. അത് മധുരം വേണ്ടെന്നുള്ളവർക്ക് കുറച്ചധികം ആഡ് ചെയ്യാം. അതല്ല മധുരം നല്ലോണം വേണ്ട എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാരയുടെ അളവും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവെല്ലാം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെയാണ്. ഓരോരാളുടെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച ആ കസ്റ്റർഡ് ചേർത്ത് കൊടുക്കാം. കസ്റ്റർഡ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ വേഗം കട്ട കിട്ടും. കസ്റ്റർഡ് ചേർത്ത ഉടനെ നമ്മൾ പാൽ കുറുകി വരും. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് വരാം. ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തിട്ട് ബ്രെഡ് ചൂടാക്കിയിട്ട് വരാം. ബ്രെഡ് ഇങ്ങനെ ബട്ടറിൽ ചൂടാക്കി കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ പുഡിങ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിനു വേണ്ടിയാണ് ബ്രെഡ് ഇങ്ങനെ ചൂടാക്കുന്നത്. ബ്രെഡ് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച സേമിയയില്ലേ അതിലേക്ക് കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. ഫുൾ കസ്റ്റർഡ് ഒഴിക്കുന്നില്ല, പകുതി കസ്റ്റർഡാണ് ഒഴിക്കുന്നത്. നമ്മളിങ്ങനെ ലെയറായിട്ടാണ് പുഡിങ് തയ്യാറാക്കുന്നത്. ഇനി ആ കസ്റ്റർഡിൻ്റെ മുകളിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ ബ്രെഡിൻ്റെ മുകളിൽ വീണ്ടും കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച സേമിയ ഉണ്ടല്ലോ അതൊന്ന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റിയായ പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.